ഗൈസ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്റ്റിച്ചിങ് പഠിച്ച് തുടങ്ങുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് തയ്യലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ് നമ്മൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഇതേപോലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് പറഞ്ഞ കമൻറ്റും മെസ്സേജും ആണ്. അവർക്കത് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് ഞാനതിൽ പെൻ യൂസ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലൈറ്റ് അടിച്ചപ്പോഴത്തേക്കും എഴുതിയത് അധികം അങ്ങോട്ട് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ണിന് കുറച്ച് പ്രശ്നമുള്ളവർക്ക്, കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടാകും, ഭയങ്കര സ്ട്രെസ് എടുത്തിട്ട് നോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് അതൊന്ന് നോർമൽ എന്തെങ്കിലും മാർക്കറോ അല്ലെങ്കിൽ സ്കെച്ചോ യൂസ് ചെയ്തിട്ട് കാണിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് അതൊക്കെ പരിഗണിച്ചുകൊണ്ട് കുറച്ച് ഇക്വേഷൻസും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഹെഡിങ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ് സ്വിങ് ഇക്വേഷൻ. ഞാൻ ഹെഡിങ് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. നോട്ട് ഉണ്ടെങ്കിൽ എടുത്ത് എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് എന്നാണെങ്കിലും എപ്പോഴാണെങ്കിലും ഇതൊന്ന് യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഒന്നും ആലോചിക്കാണ്ട് വീഡിയോ പോലും കാണണ്ട, നോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ എഴുതാൻ പോകുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഷോൾഡർ ടു നിപ്പിൾ. ഈ ഒരു മെഷർമെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ പ്രിൻസസ് കട്ടൊക്കെ ചെയ്യില്ലേ? പ്രിൻസസ് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇക്വേഷനാണിത്. അല്ലെങ്കിൽ നിങ്ങൾ പ്രിൻസസ് കട്ടിനൊക്കെ ഓർഡർ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പുറത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെസ്റ്റ് അളവ് അല്ലെങ്കിൽ അതേപോലെ കുറച്ച് അളവുകൾ മാത്രം എടുത്ത് തരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയുന്ന അളവുകളൊക്കെ അവർക്ക് ചിലപ്പോൾ എടുത്ത് തരാനായിട്ട് സാധിക്കണമെന്നില്ല. എൻ്റെ ചില ക്ലയൻസൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ചെസ്റ്റ് അളവ് മാത്രം തരാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ക്ലയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഇതേപോലത്തെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് അവർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ലൂസ് ഇട്ടിട്ട് അവർക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ഓൾട്ടർ ചെയ്ത് എടുത്താൽ മതി, കുറച്ചും കൂടി ടൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താണ് ഷോൾഡർ ടു നിപ്പിൾ അല്ലെങ്കിൽ ബസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഞാൻ വരച്ച് കാണിച്ചിരുന്നത്. ഇതേപോലെ നമ്മൾ മെറ്റീരിയലിൽ ഫിഗർ വരയ്ക്കുമല്ലോ. അപ്പോൾ നെക്ക് ആം ഹോളൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഷോൾഡറിൽ നിന്ന് നമ്മൾ നിപ്പിൾ പോയിൻ്റ് വരെയുള്ള ആ ഒരു അകലത്തെയാണ് നമ്മൾ ഷോൾഡർ ടു നിപ്പിൾ അല്ലെങ്കിൽ ബസ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസസ് കട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ബ്ലൗസിന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മളിത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അകലം അല്ലെങ്കിൽ ഈ ഒരു അളവെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനത്തെ സ്റ്റിച്ചൊക്കെ വരുന്ന സമയത്ത് അത് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടക്ക് എടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ബോറായിട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബസ് ഡിവൈഡഡ് ബൈ 4+1 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ബസ്റ്റിന് ഒരു 30 സൈസ് വെച്ചിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയുവാണ്. ബസ്റ്റ് ഈസ് ഈക്വൽ ടു 30 ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരിക? 30 ഡിവൈഡഡ് ബൈ 4+1 ഇഞ്ച്, 30/4+1. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബസ് റൗണ്ട് ഇപ്പോൾ 28 അല്ലെങ്കിൽ 34 ആണെന്നുണ്ടെങ്കിൽ ആ അളവ് ബൈ 4+1 ഇഞ്ച് എന്ന് വരും. നമുക്കിത് ആൻസർ കിട്ടുന്നത് 7.5+1 ഇഞ്ച്. അപ്പോൾ ടോട്ടൽ 8.5 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു അളവുള്ള ആൾ ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് 8.5 ആണ് എടുക്കേണ്ടത്. അപ്പോൾ 8.5 എന്ന് പറയുമ്പോൾ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് അത് 9 ആക്കി എടുക്കാം. കാരണം നമുക്ക് മുകളിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അവിടെ ഒരു അരയിഞ്ച് നമുക്ക് പോകുന്നത് കൊണ്ട് ആ അരയിഞ്ചും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെയാണ്, സിമ്പിളാണ് കേട്ടോ എല്ലാം. നമ്മുടെ ഇക്വേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം അങ്ങനെ വലിയ കാര്യമോ അല്ലെങ്കിൽ ഇപ്പോൾ ടാൻ തീറ്റയോ കോസ് തീറ്റയോ ഒക്കെ പോലത്തെ അങ്ങനത്തെ ഒന്നുമല്ല. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള, വെറുതെ കയ്യിൽ കൂട്ടി ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ എന്തെങ്കിലും കാൽക്കുലേറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ബസ്റ്റ് സ്പാൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ്. ബസ്റ്റ് സ്പാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നിപ്പിൾ ടു നിപ്പിൾ, നമ്മൾ റൈറ്റ് നിപ്പിൾ ടു ലെഫ്റ്റ് നിപ്പിൾ വരെയുള്ള ഡിസ്റ്റൻസ്. ഇനി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ ചെറിയൊരു ഫിഗർ പോലെ കാണിച്ചു തരാം. എൻ്റെ വരയുടെ ഭംഗി അത്ര ഉള്ളത് കൊണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, ഞാൻ പറയാം. ജസ്റ്റ് ഒരു കഴുത്തിൻ്റെ പോർഷനാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഈ ഒരു രണ്ട് നിപ്പിളിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ നിപ്പിൾ ടു നിപ്പിൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾ സെക്കൻഡ് ഇക്വേഷനും വരുന്നത്. ഏകദേശം ബസ് ഡിവൈഡഡ് ബൈ 4, രണ്ടും ബസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബസ് ഡിവൈഡഡ് ബൈ 4 - 1.5 ഇഞ്ചാണ് നിപ്പിൾ ടു നിപ്പിൾ അല്ലെങ്കിൽ ബസ്റ്റ് സ്പാൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇഫ് ബസ്റ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് കഴിഞ്ഞത് 30 അല്ലേ എടുത്തത്, ഇത് 30 തന്നെ എടുക്കാം. 30 ഡിവൈഡഡ് ബൈ 4 - 1.5 ഇഞ്ച് എന്നാണ് നമുക്കപ്പോൾ കിട്ടുക അല്ലേ? അപ്പോൾ നിങ്ങളുടെ അളവ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ചേഞ്ച് ചെയ്യുക കേട്ടോ. ബസ്റ്റിൻ്റെ അവിടെയാണ് ചേഞ്ച് വരുന്നത്, ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ 30/4 എന്ന് പറയുമ്പോൾ ആൻസർ 7.5
-1.5 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടുന്നത്? 6 അല്ലേ കിട്ടുന്നത്. 6 + 1.5 = 7.5. അപ്പോൾ നമുക്ക് 6 ആണ് ആൻസർ കിട്ടുന്നത്. 6 ഇഞ്ചാണ് ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ മുതൽ അവിടെ വരെയുള്ള ആ ഒരു അകലം എന്ന് പറയുന്നത്. നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ മെറ്റീരിയൽ മടക്കിയിട്ട് മാർക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സെൻറ്ററിൽ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ബസ്റ്റിൻ്റെ സ്പാൻ കണ്ടുപിടിക്കുന്നത്. സിമ്പിളല്ലേ? ഇതും നമ്മൾ പ്രിൻസസ് കട്ടിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പ്രിൻസസ് കട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് കേട്ടോ. ഇത് ഇക്വേഷനല്ല, ആ ഒരു മെഷർമെൻറ്റാണത്. അപ്പോൾ അത് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടെ പറയാമോ, ഒന്ന് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലിയർ ആക്കിയതാണ് കേട്ടോ. ഇനി മൂന്നാമത്തത് ഷോൾഡർ ടു അണ്ടർ ബസ്റ്റ്. ഷോൾഡർ മുതൽ അണ്ടർ ബസ്റ്റ് വരെയുള്ള മെഷർമെൻറ്റ്. ഇത് നമ്മൾ ബ്ലൗസിൻ്റെ സമയത്തും അതേപോലെ തന്നെ ക്രോപ്പ് ടോപ്പൊക്കെ പ്രിൻസസ് കട്ടിൽ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു മെഷർമെൻറ്റ് നമുക്ക് വേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ എവിടെയാണെന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ബ്ലൗസൊക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മളിത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആ അളവ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ളൊരു ഷേപ്പ് അല്ലെങ്കിൽ ആ ഒരു ഭംഗിയോ ആ ഒരു കട്ടിന് കിട്ടത്തില്ല. അപ്പോൾ ഇതെന്താണ് അണ്ടർ ബസ്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബിഗ് ബസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ബസ്റ്റിൻ്റെ സൈസ് വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബസ്റ്റ് പോയിൻറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ, അതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഷോൾഡർ ടു അണ്ടർ ബസ്റ്റ് കിട്ടും. മനസ്സിലായോ? ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് ഇംഗ്ലീഷിൽ തന്നെ ക്ലിയർ ചെയ്ത് പോയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതേസമയം നിങ്ങളുടെ സ്മോൾ ബസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ, അതായത് നിങ്ങളുടെ ബസ്റ്റ് പോയിൻറ്റിൻ്റെ കൂടെ 3 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഷോൾഡർ ടു അണ്ടർ ബസ്റ്റ് മെഷർമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. ഷോൾഡർ മുതൽ ബസ്റ്റിൻ്റെ താഴ്ഭാഗം വരെയുള്ള ആ ഒരു അളവെന്ന് പറയുന്നത്. മനസ്സിലായില്ല? ഈ 4 ഇഞ്ച് 3 ഇഞ്ച് അതിനനുസരിച്ച് സൈസ് അനുസരിച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നും പറഞ്ഞു തരാനില്ല കേട്ടോ. നിങ്ങൾ ആ ബസ് പോയിൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നാലാമത്തെ ഇക്വേഷൻ ഏതാണെന്ന് നോക്കാം. നാലാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആം ഹോളിൻ്റെ ഡെപ്ത്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ്. ഈ നാലാമത്തെ ഇക്വേഷന് തന്നെ 3 സബ് ഇക്വേഷൻസും കൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ആം ഹോളിൻ്റെ ഡെപ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കതിൽ ഒന്നാമത്തത് നോക്കാം. അതിൻ്റെയൊക്കെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ കാണിച്ചും കൂടെ തരാവേ. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബസ്റ്റ് യൂസ് ചെയ്തിട്ട് ആം ഹോൾ ഡെപ്ത്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ്. ബസ്റ്റ് ഡിവൈഡഡ് ബൈ 6 + 1.5 ഇഞ്ച്. അതായത് നിങ്ങളുടെ ബസ്റ്റ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റിനെ 6 വെച്ച് ഹരിക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എക്സാമ്പിൾ കാണിക്കുന്നത് 30 ഇഞ്ച് ബസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബസ്റ്റ് റൗണ്ട് എടുക്കുക. അപ്പോൾ 30 ആവുന്ന സമയത്ത് ഇക്വേഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? 30/6 + 1.5 ഇഞ്ച്. 30/6 കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആൻസർ കിട്ടുന്നത് 6.5 ഇഞ്ച് എന്നാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബസ്റ്റ് ബൈ 6 + 1.5 ഇഞ്ച് ആ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ആം ഹോളിൻ്റെ ഡെപ്ത്ത് കണ്ടുപിടിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നോക്കാം. 3 എണ്ണം ഉണ്ട് കേട്ടോ മൊത്തം. ആം ഹോൾ ഡെപ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള അളവ് ചെസ്റ്റ് ആണ് അല്ലെങ്കിൽ ബസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഷോൾഡർ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാം. മൂന്നാമത്തതും ബസ്റ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഷോൾഡർ ഡിവൈഡഡ് ബൈ 2 + 0.5 ഇഞ്ച്. നിങ്ങളുടെ ഷോൾഡർ അളവിനെ 2 വെച്ച് ഹരിക്കുക. അതായത് ഹാഫ് ഷോൾഡർ എടുക്കുക, അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആം ഹോൾ ഡെപ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ആം ഹോൾ ഡെപ്ത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഏത് അളവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് എടുക്കുന്ന ആം ഹോളിൻ്റെ ഡെപ്ത്താണ് കേട്ടോ പറയുന്നത്. ഇഫ് ഷോൾഡർ ഈസ് ഈക്വൽ ടു 14 ഇഞ്ചസ് ആണ് ഞാനിവിടെ എടുക്കുന്നത്. 14 ആവുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഹാഫ് ഷോൾഡർ എടുക്കണം. 14/2 എടുക്കുമ്പോൾ ഹാഫ് ഷോൾഡർ, അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 14/2 എന്ന് പറയുമ്പോൾ നമുക്ക് 7 ആണ് ആൻസർ കിട്ടുന്നത്. 7 + 0.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ 7.5 ഇഞ്ചാണ് ഫൈനൽ ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ഷോൾഡർ അളവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, അത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ആം ഹോൾ ഡെപ്ത്ത് കണ്ടുപിടിക്കാനുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മൂന്നാമത്തെ ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പേപ്പർ ഒന്ന് കുറച്ച് മുകളിലേക്ക് ആക്കുവാണേ. ബസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടുത്തത് ഇക്വേഷൻ നമ്പർ 3 ഈസ് ഈക്വൽ ടു എന്താണ്? ബസ്റ്റ് ഡിവൈഡഡ് ബൈ 4. നമ്മൾ ഫസ്റ്റ് ബസ് ഡിവൈഡഡ് ബൈ 6 ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ബസ് ഡിവൈഡഡ് ബൈ 4 - 1.5 ഇഞ്ച്. നിങ്ങളുടെ ബസ് റൗണ്ട് നോക്കുക, 4 വെച്ച് ഹരിക്കുക, അതിൽ നിന്ന് 1.5 ഇഞ്ച് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ബസ് സൈസ് ഈസ് ഈക്വൽ ടു
30 തന്നെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ, 30. അപ്പം ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും? 30/4 - 1.5 ഇഞ്ച്. നേരത്തെ നമ്മൾ 30/6 ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ 30/4 അങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. 30/4 എഴുതിയിട്ടുണ്ട്, -1.5 ഇഞ്ച്. നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 7.5 - 1.5 ഇഞ്ച്. 30/4 ആണ് 7.5, അപ്പോൾ നമുക്ക് ആൻസർ 6.5 ഇഞ്ച്. കണ്ടോ? അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ആം ഹോളിൻ്റെ ഡെപ്ത്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ഇക്വേഷൻ നോക്കാം. ഇക്വേഷൻ നമ്പർ 5 അല്ലേ? 5 ആണെന്ന് തോന്നുന്നു. 5 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ അപ്പർ ബസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പർ ബസ്റ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ളത് ഇക്വേഷനല്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാം. ഇക്വേഷനായിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. അതായത് നമ്മുടെ റൗണ്ട് ബസ്റ്റ് ഉണ്ടല്ലോ, അതിനേക്കാളും 2 ഇഞ്ച് കൂട്ടിയെടുത്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇക്വേഷനായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ബസ്റ്റ് പ്ലസ് 2 ഇഞ്ച് എന്ന് എഴുതാം. സംഭവം ഇതാണ്, 2 ഇഞ്ച് എബോവ് റൗണ്ട് ബസ്റ്റ് മെഷർമെൻറ്റ്. ഇതാണ് അപ്പർ ബസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഞാൻ അന്ന് പറഞ്ഞപ്പോഴും ആർക്കൊക്കെയോ ഡൗട്ട് ഉണ്ടായിരുന്നു. സംഭവം സിമ്പിളാണ്, 2 ഇഞ്ച് ജസ്റ്റ് കൂട്ടിയെടുത്താൽ മതി. റൗണ്ട് ബസ്റ്റിനേക്കാളും 2 ഇഞ്ച് കൂട്ടി, നമ്മുടെ ബസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ അതിനേക്കാളും 2 ഇഞ്ച് കൂട്ടിയെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ നോക്കാം. ഇക്വേഷൻ നമ്പർ 6. കുറച്ച് കാണുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. കാണാൻ പറ്റും, മാർക്കർ ആയതുകൊണ്ട് ക്ലിയർ ആയിരിക്കും. ഞാൻ നേരത്തെ പെന്നിന് എഴുതിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേര് കേട്ടോ. ഇത് നിങ്ങൾക്ക് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിലില്ലേ മറ്റേ വീഡിയോയുടെ ക്വാളിറ്റി കുറച്ച് കൂട്ടിയിട്ടാൽ മതിയേ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 6 നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്ലീവിൻ്റെ ക്യാപ് ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ്. ഈ ഒരു കാര്യം ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ലീവൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ മെഷർമെൻറ്റ് ക്യാപ് ഹൈറ്റ് എടുക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഞങ്ങൾ എടുക്കുന്നത്, ഇതെങ്ങനെയാണ് കിട്ടുന്നത്, ഓരോരുത്തരുടെ സൈസിനനുസരിച്ച് ഇതെങ്ങനെ ഡിഫറെൻ്റ് ആവുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം സിമ്പിളാണ്. നിങ്ങളുടെ ബസ്റ്റ് റൗണ്ടിനെ 12 വെച്ച് ഹരിച്ചിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു അളവ് കിട്ടുന്നത്. ഇത് ഒരു 3 ഇഞ്ചിന് മുകളിലേക്കായിരിക്കും നമുക്ക് എപ്പോഴും കിട്ടുക. അപ്പോൾ നമുക്കിവിടെ എടുത്ത് നോക്കാം എത്ര കിട്ടുമെന്ന് നോക്കാം. ഇത് കറക്റ്റ് നിങ്ങൾ റൗണ്ട് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. വാല്യൂ ചിലപ്പോൾ പോയിൻ്റ് ഉണ്ടാവും, അപ്പോൾ അത് റൗണ്ട് ചെയ്തിട്ട് എടുത്താൽ മതി. നമ്മൾ ഒരു 30 ഇഞ്ചാണ് ബസ്റ്റ് കൊടുക്കുന്നത്. 30 ഇഞ്ച് ബൈ 12 + 1 എന്ന് പറയുമ്പോൾ 2.5 + 1 എന്ന് പറയുമ്പോൾ 3.5 ഇഞ്ചാണ് നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇത് ചിലപ്പോൾ 3.491 അങ്ങനെ സംതിങ് ഒക്കെ കിട്ടും. അപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 3.5 ആക്കി എടുക്കാവേ. അപ്പോൾ അങ്ങനെയാണ് ക്യാപ് ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്യാപ് ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഷോൾഡറിൽ ആ ഒരു ജോയിൻ ചെയ്യിക്കുന്ന ആ ഒരു ഹൈറ്റ് പോർഷൻ ഉണ്ടല്ലോ സ്ലീവിൻ്റെ, അതിൻ്റെ എന്താണ് ക്യാപ് ഹൈറ്റ് എന്നുള്ളത് ഞാൻ കറക്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ക്യാപ് ഹൈറ്റ് മാത്രമായിട്ട് ഡിഫൈൻ ചെയ്ത് വരച്ച് കാണിച്ചിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് വീക്കാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇക്വേഷൻ നമ്പർ 7 സ്ലീവിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഷോൾഡർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഷോൾഡർ /2 + 0.5 ഇഞ്ച്. ഇതാണ് സ്ലീവിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഹാഫ് ഷോൾഡർ + 0.5 ഇഞ്ച്. ഹാഫ് ഷോൾഡറിൻ്റെ കൂടെ അറേഞ്ച് കൂട്ടി എന്ന് പറഞ്ഞാലും മതി. നിങ്ങളുടെ ഫുൾ ഷോൾഡർ ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ 2 വെച്ച് ഹരിക്കുക, എന്നിട്ടാണ് അറേഞ്ച് അതിൻ്റെ കൂടെ എക്സ്ട്രാ കൊടുക്കേണ്ടത്. ഷോൾഡർ = ഞാനൊരു 14 ആണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും? 14/2 + 0.5 ഇഞ്ച്. 7 + 0.5 ഇഞ്ച് = 7.5 ഇഞ്ച്. അപ്പോൾ ഇങ്ങനെയാണ് സ്ലീവിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത്. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ നോക്കാവേ. ഞാനിത് എഴുതുന്ന പേപ്പർ എന്താണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പാറ്റേൺ പേപ്പർ ആണെന്ന് വിചാരിച്ചിട്ട് ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാറ്റേൺ പേപ്പർ ഒന്നുമല്ല, നമ്മൾ സദ്യക്കൊക്കെ ഇല ഇടത്തില്ലേ, അതിന് മുന്നേ പേപ്പർ ഇടുമല്ലോ ടേബിളിൽ, ആ പേപ്പറാണ് ഈ പേപ്പർ. ഓക്കെ, പാറ്റേൺ പേപ്പർ ഒന്നും അല്ല കേട്ടോ. ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ എഴുതാനും കട്ട് ചെയ്യാനൊക്കെ എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പേപ്പർ എടുത്തത്. ഇത് കുറേ വീട്ടിലിരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തതാണേ. അപ്പോൾ അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ഫുൾ സർക്കിൾ സ്കേർട്ടിൻ്റെ ഏരിയ കണ്ടുപിടിക്കലാണ്. അത് വെച്ച് ഉദ്ദേശിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കേർട്ടിൻ്റെ പോർഷനിൽ വേസ്റ്റിൻ്റെ അവിടെ നമുക്ക് ഉള്ള അളവ് മാർക്ക് ചെയ്യണമല്ലോ, ഒരു റേഡിയസ് പോലെ നമ്മൾ മാർക്ക് ചെയ്യുമല്ലോ.
അതിൻ്റെ അളവാണ് കണ്ടുപിടിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വേസ്റ്റ് ഡിവൈഡഡ് ബൈ 6.28. അതിൽ 6.28 കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. വേസ്റ്റ് അളവ് എടുക്കുക, അതിനെ 6.8 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഫുൾ സർക്കിൾ സ്കേർട്ടിൻ്റെയാണ് കേട്ടോ നമ്മൾ പറയുന്നത്. വേസ്റ്റ് ഡിവൈഡഡ് ബൈ 2π എന്നാണ് നമുക്ക് ആക്ച്വൽ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2π എന്ന് പറയുന്നതിനെ നമ്മൾ 6.28 പൈയുടെ വാല്യൂ കൊണ്ട് 2നെ ഇൻറ്റു ചെയ്തിട്ട് അത് അങ്ങോട്ട് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. നമുക്കിതിൻ്റെ ആൻസർ 4.77 എന്നാണ് ആൻസർ കിട്ടുന്നത്. കണ്ടോ? ഇനി നമുക്ക് ഹാഫ് സർക്കിൾ സ്കേർട്ടിൻ്റെ ഏരിയ ഇതേപോലെ കണ്ടുപിടിക്കാം. സിമ്പിളാണ്. ഇതിൻ്റെ നേരെ ഹാഫ് ആയിട്ടാണ് നമ്മൾ ഇക്വേഷൻ എടുക്കുന്നത്. അതായത് വേസ്റ്റ് അളവിനെ 3.14 പൈയുടെ വാല്യൂ കൊണ്ട് മാത്രം, 2π എടുക്കണ്ട, പൈയുടെ വാല്യൂ മാത്രം എടുത്താൽ മതി. ഡിവൈഡഡ് ബൈ പൈയുടെ വാല്യൂ എടുത്താൽ മതി. അതാണ് 3.14 എന്ന് പറയുന്നത്. ഈ പൈ ഒക്കെ എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഈ പറയുന്ന വാല്യൂ കൊണ്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. പിന്നെ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതെങ്ങനെ കിട്ടി. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എനിക്ക് എന്തെങ്കിലും ഒരു ഇക്വേഷൻ കാണുവാണെങ്കിൽ അതെന്താ അങ്ങനെ വന്നത്, അതെവിടെ നിന്ന് വന്നു, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ട് വരാറുണ്ട്. ഒന്നാമത്തെ മാത്സ് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ അതിനെപ്പറ്റി കാടി കയറി ചിന്തിക്കുകയൊന്നും വേണ്ട. ഈ ഒരു ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഹാഫ് സർക്കിൾ സ്കേർട്ടിനാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ഡിവൈഡഡ് ബൈ 3.14 ചെയ്യുക. അപ്പോൾ 30/3.14. നമ്മളിവിടെ വേസ്റ്റ് 30 എടുത്തുകൊണ്ടാണ് കേട്ടോ. നിങ്ങളുടെ അളവ് എടുക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ 9.55 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും ഇക്വേഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയും കൂടുതലുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.